ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനിക്കയിൽ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ സാരിയാണ്. മാത്രമല്ല കാണാനും ഭയങ്കര ഭംഗിയാണ്. ഇത് അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ലിമിറ്റഡ് സ്റ്റോക്കായിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു സാരി കേട്ടോ. നമുക്ക് ഇത് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല സാരിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടു നോക്കിയാലോ. ആരും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയല്ല എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻക്വയറിയുടെ ടൈമിൽ നമുക്ക് നമ്പർ ഏതാണെന്ന് അറിയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓരോരുത്തരുടെ ഫോണിലും കാണുന്നത് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എല്ലാ സാരീസിൻ്റെ എൻക്വയറി നമുക്ക് ഡെയിലി വരുന്നതുകൊണ്ട് ഏത് സാരിയെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് നമ്പർ കൂട്ടി തന്നെ എടുക്കാൻ പറയുന്നത്. അഥവാ ഈ നമ്പർ കൂട്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ സാരിയുടെ ഒരു പിക്ക് ഇടുക, ഈ നമ്പർ ആണെന്ന് മെൻഷൻ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അവൈലബിലിറ്റി പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. കാരണം ഇത് നമ്പർ ചെക്ക് ചെയ്യാൻ പോയി പിന്നെ വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാവും, അപ്പോഴത്തേന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. ഇതേപോലെ കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് നല്ലൊരു ഗ്രീൻ ആണ്. ഇത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിലൊരു ഗോൾഡൻ ലൈൻ പാറ്റേൺ പോകുന്നുണ്ട്. ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് കോട്ടയിലും പിന്നെ കോട്ടണിലും അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ബോർഡേഴ്സും പല്ലുവാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ലൊരു ഗ്രീൻ പിങ്ക് ബ്ലൂ കോമ്പിനേഷൻ. അതിൽ കണ്ടോ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ സെറി ലൈൻ പോലത്തെ വരുന്നുണ്ട്. ഈ സാരി കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ലുക്കാണ്. പക്ഷേ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇതേപോലെയാണ് പല്ലു വരുന്നത്. കണ്ടോ, അപ്പോൾ ഒരെണ്ണാണ് ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യണുള്ളൂ. പിന്നെയുള്ളത് ഞാൻ കളർ കോമ്പിനേഷൻ കാണിച്ച് വേഗം പോകും കേട്ടോ. ഇതേ കണ്ടോ, വൺ ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെ വരിക. ഇത് ഇത്തിരി ഇങ്ങനെ കുറച്ചൊരു സ്റ്റിഫായി നിൽക്കുന്ന സാരി. ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന സാരീസ് ഇല്ലേ, ആ ഒരു പാറ്റേണിൽ വരുന്ന സാരിയാണ് ഇതേപോലെ സാരി വരുന്നത്. കണ്ടോ, ആ ഒരു ബാന്തിനി പാറ്റേൺ സൂപ്പർബാണ്. പല്ലു ഇങ്ങനെ വരിക. ഈ ഒരു ബോർഡറിന്റെ പല്ലുവിൻ്റെ ഒക്കെ ആ ഒരു പാറ്റേണിലാണ് ഇതിന് ബ്ലൗസ് വന്നിട്ടുള്ളത്. ഇതാ കണ്ടോ, കോട്ടന്റെ ബ്ലൗസ് പീസാണ്. ഇങ്ങനെ ഒരു ടൈ ആൻഡ് ഡൈ പാറ്റേണിലാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാത്തിനും ഇത്ര തന്നെ ആയിട്ടാണ് വരുന്നത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഗ്രീനോ പിങ്കോ വൈറ്റോ അല്ലെങ്കിൽ ഈ സൈഡിലുള്ള വയലറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ എങ്ങനെ വേണമെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റും. റേറ്റ് വരുന്നത് 705 ആണ് കേട്ടോ. 705 രൂപയാണ്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതേപോലെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലുള്ള സാരീസിൻ്റെ എല്ലാം പ്രൈസ് ഇതാണ്. 705 ആണ്. 705 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അറിയാലോ, അത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. ഇനി അടുത്ത സാരി, ഇതിന്റെ തന്നെ ഡിഫറെന്റ് കളർ കോമ്പിനേഷൻസ് ആണ് ഇനി വരിക. അപ്പൊ വേഗം കാണിക്കാം. അടുത്തത് സാരി നമ്പർ 2 ആണ്. നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആൻഡ് ഒരു ഗ്രീൻ ഗ്രേ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ഗ്രീനിന്റെ പോലത്തെ ഒരു കളറാണ്. ഇതേപോലെയാണ് ആ ഒരു ബാന്തിനി പാറ്റേണിലാണ് സാരി വരിക കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കുക. നമ്പർ 2 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിൻ്റെ പല്ലു ബ്ലൗസ് പീസൊക്കെ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നല്ല ഭംഗിയുള്ള കോട്ടൺ സാരിയാണ് കേട്ടോ. പല്ലു ഇങ്ങനെ വരും. കണ്ടോ, ഇത് ഫുൾ ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ ആ ഒരു ഫോൾഡിങ് പോവും. അതുകൊണ്ടാണ് ബ്ലൗസ് ഇതിന് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ സാരിക്കും ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഈ ഒരു ബോർഡറിൻ്റെ കളറിൽ പ്ലെയിൻ കോട്ടൺ ആണ് ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ നിങ്ങളിത് വാഷ് ചെയ്യുമ്പോൾ കളർ ഗാർഡൊക്കെ യൂസ് ചെയ്ത് ഇത് വാഷ് കയറൊക്കെ എടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് സെയിം ആണ്. 705. 705. അടുത്തത് സാരി നമ്പർ 3 ആണ്. നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഒരു മുന്തിരി കളറിൻ്റെ ഒക്കെ ആ ഒരു കളറിലാണ് വരുന്നത്. ബോർഡേഴ്സ് ഇതേപോലെ ഒരു കണ്ടോ, ഇതേപോലെ സാരി. ഇത് ഉടുത്ത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ടൈ ആൻഡ് ഡൈ ആ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. ഓരോന്നും നല്ല ഭംഗിയാണ് കാണാൻ. ഞൊറിഞ്ഞെടുത്ത് വരുമ്പോൾ സൂപ്പർബായിരിക്കും. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് അല്ലേ, 705, 705 കേട്ടോ. ഈ ഒരു പ്രൈസിന് ബെസ്റ്റ് ഒരു സാരി ആയിട്ടാണ് വന്നിട്ടുള്ളത്.
അടുത്തത് സാരി നമ്പർ 4 ആണ്. ഇതേപോലെ വരുന്നത്. ഇതിൽ ചില കളേഴ്സ് മൾട്ടിപ്പിൾ പീസസ് ആയിട്ടും ചില കളേഴ്സ് വളരെ കുറച്ച് പീസായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക. അവൈലബിൾ ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുക, അല്ലെങ്കിൽ നമുക്ക് ബുക്കിംഗ് പോസിബിൾ ആവില്ല കേട്ടോ. അടുത്തത് നമ്പർ 4 കേട്ടോ. കണ്ടോ, ഇതേപോലെ സാരി ഉണ്ടാവുക. ഉടുത്തു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ബ്ലൗസ് ദാ ഒരു ബോർഡറിൻ്റെ കളറ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു ടൈ ആൻഡ് ഡൈ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുഞ്ഞ് കളർ സ്മെഡ്ജസോ കളർ സ്പ്രെഡ്സോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് തികച്ചും നോർമലായിട്ട് വരുന്നതാണ് കേട്ടോ. ഇതേപോലെ സാരി വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു എല്ലാത്തിൻ്റെയും ഒരേപോലെയാണ് കേട്ടോ. അടുത്തത് സാരി നമ്പർ 5 ആണ്. ഇതൊരു സ്പെഷ്യൽ കളറാണ് കേട്ടോ. കണ്ടോ, കോമ്പിനേഷൻ ഒരു മെറൂണിഷ് ആ ഒരു ടോണിലാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ഭയങ്കര വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് കറണ്ട് പോയി വന്നിരിക്കുകയാണ്. കണ്ടോ, അതുകൊണ്ടാണ് ഒരു മിന്നലൊക്കെ വരുന്നത്. ഇടി മിന്നലല്ല, ഇത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ്റെ ആണ് കേട്ടോ. ഇതേപോലെ ബ്ലൗസ് വരുന്നത്. ഇന്നിടാൻ വീഡിയോ ഒന്നും നമ്മുടെ കയ്യിൽ ഇരിക്കണില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എടുക്കാം. ഇങ്ങനെ ഇതാണ് ബ്ലൗസ്. ഇതിന്റെ പ്ലെയിൻ, ചിലതിന്റെ പ്ലെയിനും ചിലതിന്റെ ആ ഒരു ടൈ ആൻഡ് ഡൈ പാറ്റേണിലാണ് വരുന്നത്. തന്നെ സെയിം പീസുകളിലെ ബ്ലൗസ് എങ്ങനെയാ വരികയെന്നറിയില്ല. എന്തായാലും വിത്ത് ബ്ലൗസ് ഉണ്ട്. ചിലതിൽ പ്ലെയിനിലായിരിക്കും, ചിലതിൽ ടൈ ആൻഡ് ഡൈ പാറ്റേൺ ആയിരിക്കും കേട്ടോ. റേറ്റ് വരുന്നത് 705. കണ്ടോ, നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് ആണെന്ന് തോന്നൂല്ല. അടുത്തത് നമ്പർ 6 ആണ്. ഇതേപോലെ വരുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ. ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ്റെ ആണ് കേട്ടോ ഈ ഒരു മിന്നൽ കാണുന്നത്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടാവും അല്ലേ? സോറി കേട്ടോ, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇതേപോലെ ബ്ലൗസ് നല്ലൊരു പിങ്ക്, മജന്ത പിങ്ക് കളറാണ്. നല്ല രസമാണ് കേട്ടോ കളർ കോമ്പിനേഷൻ. ഇങ്ങനെയാണ് വരുന്നത്. പല്ലു ഇതേപോലെ, അത് മടങ്ങിയിരിക്കുകയാണ് കേട്ടോ. റേറ്റ് 705, 705. അടുത്തത് നമ്പർ 7 ആണ്. ഇതൊരു ഡസ്റ്റി, ഒരു മെറൂണിഷ് പർപ്പിൾ അങ്ങനത്തെ പോലത്തെ ഒരു കളറാണ്. അതിന് ഓറഞ്ച് ബോർഡർ ആണ് കേട്ടോ. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ബ്ലൗസ് ദാ ഒരു പ്ലെയിൻ ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. പല്ലു ഇങ്ങനെ, ബ്ലൗസ് ഇതേപോലെ. റേറ്റ് 705. നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൂട്ടിയിട്ടാണെങ്കിലും ഒരു 755 വരുള്ളൂ കേട്ടോ. ഭയങ്കര മിന്നൽ. കുറേ നേരമായി വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ. ഇത് മാറിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. അതുകൊണ്ടാണ്. അടുത്തത് സാരി നമ്പർ 8 ആണ്. ഇതേപോലെ ഒരു മസ്റ്റാർഡ് യെല്ലോ ആ ഒരു കളറിലാണ് വരുന്നത്. നല്ലൊരു യെല്ലോ ഷെയ്ഡിൻ്റെ ഒരു കളറാണ് കേട്ടോ. ഇതേപോലെ വരുന്നത്. ഇതാ കണ്ടോ, ഇതിന്റെ ബ്ലൗസ് ഇതേപോലെ വരുന്നത്. കണ്ടോ, ഓരോന്നിൻ്റെയും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് പീസ് ഉള്ളതുകൊണ്ട് ഓരോന്നും ഓപ്പൺ ചെയ്ത് നോക്കുക എളുപ്പമല്ല. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല കളർ കോമ്പിനേഷൻസ് ആണ്. ഒരു കോമൺ ആയിട്ട് കാണുന്ന പാറ്റേണും അല്ല, എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേണും ആണ്. ഇതേപോലെ വരുന്നത്. ബ്ലൗസ് ഇങ്ങനെ വരും. അടുത്തത് സാരി നമ്പർ 9 ആണ്. നല്ല ഡാർക്ക് ബ്ലൂ വിത്ത് ആ ഒരു യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്നിന് ഭംഗിയാണ്. ഏത് കളറാണെങ്കിലും സൂപ്പർബാണ്. ഇതേപോലെ വരുന്നത്. പല്ലു ഇങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റേറ്റ് സെയിം ആണ്, 705. അടുത്തത് നമ്പർ 10 ആണ്. ഇതൊരു ഗ്രീൻ ആണ് കേട്ടോ. ഒരു പീകോക്ക് ഗ്രീൻ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതേപോലെ വരിക. ബോർഡേഴ്സ് ഇങ്ങനെ വരും. ഇത് അയൺ ചെയ്ത് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തു വരുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. ഇത്തിരി ഇങ്ങനെ കുറേ പേർക്ക് ഇഷ്ടമാണ് ഇത്തിരി സ്റ്റിഫായിട്ട് സ്റ്റാർച്ചുള്ള ടൈപ്പ് ഉടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു കാറ്റഗറിക്ക് പറ്റിയതാണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇങ്ങനെ ഒരു 10 ഷെയ്ഡ്സിലാണ് സാരി വന്നിട്ടുള്ളത്. ഇനി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് കിട്ടില്ല എന്ന് ആരും കംപ്ലൈൻറ്റ് പറയരുത്. അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാരിയാണ്. 705 ആണ് വരുന്നത്. ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പല്ലു ഇങ്ങനെ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണണവും നേരിട്ട് കാണണവും തമ്മിൽ കളറിൽ നേരിയ ഡിഫറൻസ് ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.